ഹായ് മക്കളെ, നിഹാൽ സാറാണ്. അപ്പോൾ നമ്മൾ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. ഗ്രേസ് മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന പലർക്കും എന്താണ് ഒരു ഇരട്ട തടി കിട്ടിയ പോലെയാണ് ശരിക്കും ഈ ഒരു ഗവൺമെന്റിന്റെ വിജ്ഞാപനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. മറ്റൊന്നല്ല, നോക്കൂ, ഗ്രേസ് മാർക്ക് മാനദണ്ഡങ്ങൾ പുതുക്കി ഇരട്ട ആനുകൂല്യം നിർത്തി. എന്താ ഇരട്ട ആനുകൂല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഗ്രേസ് മാർക്ക് ഇരട്ട ആനുകൂല്യം അല്ലെങ്കിൽ ആ ഒരേ ഗ്രേസ് മാർക്ക് വെച്ച് രണ്ട് കാര്യം നടപ്പിലാക്കാൻ ഇനി കഴിയില്ല. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രേസ് മാർക്ക് നിങ്ങളുടെ SSLCയുടെ A+ന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി SSLCയുടെ മാർക്ക് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എവിടേക്ക് നിങ്ങളുടെ +1 നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത്, അതായത് ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യം നടക്കുകയുള്ളൂ, രണ്ട് കാര്യം ഇനി നടക്കില്ല. പലരും ഈ ബോണസ് പോയിന്റുകളും നിങ്ങൾ പല ആളുകളും ആർട്സ് ആൻഡ് സ്പോർട്സിൽ ഒരുപാട് ഫെസ്റ്റിവൽ പങ്കെടുത്ത വിദ്യാർത്ഥികളായിരിക്കാം. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്രേസ് മാർക്കിനെ മുൻനിർത്തിയിട്ട് എനിക്ക് +1 പെട്ടെന്ന് അഡ്മിഷൻ കിട്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ സ്കൂളിൽ കിട്ടില്ല, ഈ സ്കൂളിൽ കിട്ടല്ലോ ഒക്കെ ചിലപ്പോൾ മനക്കോട്ട കെട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും എൻ്റെ മുന്നിൽ. കാരണം നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ളത് അല്ലേ. കാരണം പെട്ടെന്നാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേസ് മാർക്കിൽ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ പുതിയ വിജ്ഞാപന പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് എവിടെ ആഡ് ചെയ്യാം? നിങ്ങൾ SSLCക്ക് ആ മാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ SSLCന്റെ മാർക്കിനോടൊപ്പം ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ +1 അഡ്മിഷൻ അപേക്ഷിക്കുന്ന സമയത്ത് അല്ലേ, +1 നമ്മൾ ഓൺലൈനായിട്ട് സിംഗിൾ വിൻഡോയിൽ നമ്മുടെ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് ഒരു കോളം ഉണ്ടായിരിക്കും. ആ കോളത്തിൽ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന രീതിയിൽ നിങ്ങളുടെ ആർട്സിന് പങ്കെടുത്തിട്ടുണ്ടോ, സ്പോർട്സിന് പങ്കെടുത്തിട്ടുണ്ടോ, അത് സ്റ്റേറ്റ് ആണോ, ജില്ലയാണോ, A ഗ്രേഡ് ആണോ, B ഗ്രേഡ് ഏതാ കിട്ടിയെന്നൊക്കെ കൊടുക്കാനുണ്ടാവും. അതൊക്കെ കൊടുക്കുമ്പോൾ ഇനി ഓൾറെഡി നിങ്ങൾ കൊടുത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിന്റെ മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ബോണസ് പോയിന്റ് നിങ്ങൾക്ക് എവിടെ കിട്ടില്ല? ഹയർ സെക്കൻഡറിയിൽ പരിഗണിക്കപ്പെടില്ല. അത് ഗവൺമെന്റിന്റെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു തുല്യത കൊണ്ടുവരിക അല്ലെ, ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്തത്. കാരണം ഓൾറെഡി ആ കിട്ടിയ ബോണസ് പോയിന്റ് ഗുണം ഓൾറെഡി ഒരു കുട്ടി കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും അതേ കാര്യം വെച്ചിട്ട് വീണ്ടും ഒരു ബോണസ് പോയിന്റ് കുട്ടി കൊടുക്കേണ്ടതില്ല എന്നൊരു രീതിയിലാണ് ഗവൺമെന്റ് ഈ ഒരു വിഷയത്തെ കണക്കാക്കിയത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ വിഷയം കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മളെ വിദ്യാർത്ഥികളുടെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ കാരണം പല കുട്ടികളും പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. കാരണം എനിക്ക് പേടിക്കേണ്ട, എനിക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ അറ്റൻഡ് ചെയ്താണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്താണല്ലോ. കാരണം പഠിക്കുന്നതിനോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നത്. ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അവർ എക്സ്ട്രാ സമയമെടുത്ത് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ അതിന്റെ മാർക്ക് ഒരിക്കലും അത് തള്ളിക്കളയേണ്ട മാർക്കോ അല്ലെങ്കിൽ നമുക്ക് പരിഗണിക്കപ്പെടാതെ പോകേണ്ട മാർക്കോ ഒന്നുമല്ല. പക്ഷേ ഇത് ഈ ഒരു വിജ്ഞാപനം ശരിക്കും കുട്ടികൾ കുറച്ചും കൂടി മുന്നേ എന്ത് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് കുറച്ചും കൂടി മുന്നേ എന്തായിരുന്നു കൊടുക്കാമായിരുന്നു അല്ലേ. അത് കുട്ടികൾക്ക് അറിയാൻ വൈകിപ്പോയി. ചിലപ്പോൾ പല കുട്ടികൾക്കും എന്തുണ്ടാവും, അവരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഇന്ന അവർ പ്രതീക്ഷ അല്ലെങ്കിൽ ഞാനിത് പ്രതീക്ഷിച്ചു പോയല്ലോ എന്നൊരു വിഷമം പലർക്കും ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും യാഥാർത്ഥ്യം ഇതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു കാര്യം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സ് ആൻഡ് അല്ലെങ്കിൽ ആർട്സ് ഫെസ്റ്റിവലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വേഗം ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം എന്ത് ചെയ്യില്ല, നമ്മൾ നിങ്ങളുടെ മാർക്കുകൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി ഞാൻ ഇതിന് താഴെ ഇതിനൊരു നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ ലിങ്ക് കൊടുക്കുന്നൊരു താഴെ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിൽ ഓരോന്നിനും എത്ര മാർക്ക് കിട്ടുമെന്ന് വളരെ ഡീറ്റെയിൽ അതിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നോക്കി കഴിഞ്ഞാൽ ഓരോന്നിനും എത്ര മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം അതുപോലെ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് A ഗ്രേഡിന് 20 മാർക്കും, B ഗ്രേഡിന് 15 മാർക്കും, C ഗ്രേഡിന് 10 മാർക്കും ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്കായിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ കായികം അന്തർദേശീയ മത്സരമാണെങ്കിൽ 1ാം സ്ഥാനം 100, 2ാം സ്ഥാനം 90, 3ാം സ്ഥാനം 80 മാർക്ക്, പങ്കാളി നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ 75 ഈ രീതിയിലാണ് എന്ത് ചെയ്യുക മത്സരത്തിനുള്ള പോയിന്റുകൾ കിട്ടുക. അതുപോലെ തന്നെ JRC അതിനൊക്കെ നിങ്ങളുടെ മറ്റ് ഇതിനൊക്കെയുള്ള മാർക്കുകളുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തു. ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആ ഒരു വിജ്ഞാപനം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിൽ ഓരോന്നിൻ്റെയും മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. റെഡി? അപ്പോൾ എന്താണ് ഈ ഒരു സമീപനത്തോട് നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എന്നാലും നിർബന്ധം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലൈവിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഈ വർഷം നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് എത്തിയ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക്, നിങ്ങളുടെ അനിയന്മാർക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധം നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും ന്യൂസുകളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ തരാം. ബൈ, താങ്ക് യു.